ഗ്രഹങ്ങളിൽ നവഗ്രഹങ്ങളിൽ 9 ഗ്രഹങ്ങളിൽ വ്യാഴമാണ് ഏറ്റവും നല്ല ഗ്രഹമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആ ഗ്രഹത്തിന്റെ സഞ്ചാരം അനുസരിച്ച് ജന്മസമയത്ത് എവിടെ നിൽക്കുന്നുവോ അതിൻ്റെ ആ നിൽപ്പനുസരിച്ച് നമുക്ക് ഇനി ജന്മമുണ്ടോ ഇല്ലയോ എന്ന് ആ ജന്മത്തിൽ അത് ആ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്തെല്ലാം കാണിച്ചു കൂട്ടാൻ പറ്റുമോ അതൊക്കെ അത് കാണിച്ചിരിക്കും. പുനരധി ജനനം, പുനരധി മരണം, ജന്മജന്മാന്തരങ്ങളെ പറ്റി ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഒരു ജ്യോതിഷിയുടെ കാഴ്ചപ്പാടിൽ നമുക്കറിയാം. ജ്യോതിഷിയായ സുഷമകുമാരി അമ്മ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം അമ്മ. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. അപ്പം ഈ ജന്മജന്മാന്തരങ്ങളെ പറ്റി അല്ലെങ്കിൽ പുനർജന്മത്തെ പറ്റി ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പല സ്ഥലങ്ങളിലും. അത് എങ്ങനെയാണ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? ഈ പുനർജനനം എന്ന് ഭാരതീയർ മാത്രം വിശ്വസിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആത്മാവ് പിന്നീട് ഒരു ജനനം എവിടെയെങ്കിലും ഏതെങ്കിലും ജനിക്കുക ഏതെങ്കിലും ജീവികളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ തന്നെ ജനിക്കുക എന്നുള്ളതാണ്. അത് ഭാരതീയർ മാത്രം വിശ്വസിക്കുന്ന ഇതാണ്. പുറം ലോകത്ത് അങ്ങനെ വിശ്വാസമുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം ആ ഒരു അപമൃത്യു ജനനം ഉണ്ടാവും. ഈ അപമൃത്യു എവിടെ വെച്ച് നടക്കുന്നുവോ, മൃത്യു എവിടെയാണ്, ആ പ്രായം മുതൽ ആ അവസ്ഥയിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക് അതിൻ്റെ ആത്മാവ് സന്നിവേശിക്കുമെന്നാണ് പറയുന്നത്. അത് ജ്യോതിഷപ്രകാരമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ തന്നെ അത് ഇന്നൊരാളുണ്ടായിരുന്നോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ആ ഭാവങ്ങൾ കാണിക്കും. പിന്നെ വരുന്നത് നമ്മുടെ സമയം ഒക്കുമ്പോൾ മരിക്കുക. വിധി, സന്ദർഭം, സമയം, ഇതാണ് ഒരാളുടെ മരണത്തിൻ്റെ. ഇത് മൂന്നും ഒക്കുമ്പോൾ മാത്രമേ നമ്മൾ മരണമുള്ളൂ. അപ്പം അങ്ങനെ മരിച്ചു പോകുന്ന ആ ജനനം. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതും നല്ലതുമായ കർമ്മങ്ങൾ അവസാനിച്ച് മരിക്കുകയാണ്. അപ്പോൾ അത് ആ ആത്മാവിന് പിന്നെ ഒരു ജനനം കൂടി ഉണ്ട്. അങ്ങനെ 7 ജന്മങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. ആ 7 ജന്മം പെട്ടെന്ന് തന്നെ മനുഷ്യനായിട്ട് ജനിക്കില്ല. ഇല്ല, കുറെ കൊല്ലങ്ങൾ എടുത്തിട്ടാണ്. കാരണം ആ ഒരു ജന്മത്തിൽ ചെയ്തു പോയ എന്തെല്ലാം കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനനം, ജനനം വരുന്നത്. അപ്പോൾ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കാലയളവ് കൊണ്ട് നമ്മൾ ജനിക്കും. അപ്പോൾ വർഷങ്ങളെടുക്കും. ഇപ്പോൾ 100 വയസ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 100 വയസ്സ് കൊണ്ട് തീരില്ല. 100 ജന്മങ്ങളാണ്. മനസ്സിലായി? ഒരു ജന്മം അവസാനിച്ച് ഇത്ര കാലയളവിനുള്ളിൽ അത് അവസാനിച്ച് പിന്നെ ഒരു ജന്മം എടുത്തു. അത് മനുഷ്യനായിക്കൊള്ളണമെന്നില്ല. പട്ടി, പൂച്ച, അങ്ങനെയുള്ള മൃഗാദികൾ, പിന്നെ പക്ഷികൾ, പല പറവകളും ഉണ്ട്. കഴുകൻ മുതലങ്ങോട്ട് താഴേക്ക് വരുന്ന കുഞ്ഞിക്കിളികൾ വരെയുണ്ട്. പിന്നെ ഇഴജീവികൾ, പാമ്പ് മുതൽ വലിയ അനാക്കോണ്ട എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള അങ്ങനെയുള്ള. അത് കഴിഞ്ഞ് മൃഗങ്ങളിൽ തന്നെ ആന, സിംഹം, കരടി, പിന്നെ വൃക്ഷങ്ങൾ, വലിയ വലിയ വൃക്ഷങ്ങൾ, പിന്നെ ചലിക്കാത്ത ഇല്ലേ. ഇപ്പം രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് അഹല്യ. അതൊരു അങ്ങനെ ചലിക്കാതെ നിൽക്കുകയാണ്. അതിന് പിന്നെ മോക്ഷം കൊടുക്കുന്നു, അത് മനുഷ്യൻ. അപ്പം ആ ഒരവസ്ഥ. അപ്പോൾ ഈ പർവ്വതങ്ങൾ, വരുന്ന ഇപ്പം കല്ലുകൾ ഇങ്ങനെ കുന്നുകൾ അതിൽ നിന്ന് വെട്ടിയെടുക്കുമ്പോൾ അതിനൊക്കെ ജീവനുണ്ട് എന്ന് നമ്മളെ ഭാരതീയ ശാസ്ത്രജ്ഞൻ തന്നെ ഇതിലൊക്കെ ജീവനുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്, JC. അപ്പം ആ ഒരു അവസ്ഥയ്ക്ക് ഇതിനൊക്കെ ജീവനുണ്ട്. അപ്പം ഇത്ര കാലയളവ് കഴിയുമ്പോൾ അവർക്ക് അവരുടെ അവസാനം പിന്നെ അത് വേറൊന്നിലേക്ക് ജനിക്കുക. ഇങ്ങനെയുള്ള ഒരവസ്ഥ ഈ പുനരധി ജനനം, പുനരധി മരണത്തിലുണ്ട്. ഉദാഹരണം, ഭാരത യുദ്ധത്തിൽ വരുന്ന ധൃതരാഷ്ട്രം 100ാമത്തെ ജന്മത്തിലാണത്രേ അന്ധനായി മാറിയത് എന്ന് പറയും. അത് അദ്ദേഹത്തിന്റെ മുൻ ജന്മങ്ങളിൽ എപ്പോഴോ പറ്റിയ കർമ്മദോഷം. ഒരു
പക്ഷിയെ ഒരു അരയന്യത്തിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയോ അതിൻ്റെ മുട്ടകളൊക്കെ കുത്തിപ്പൊട്ടിക്കുകയോ അതിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടുകയൊക്കെ ചെയ്തതിൻ്റെ അനന്തരഫലം. അപ്പോൾ ഇത്ര ജന്മം കഴിയുമ്പോൾ ഇനി അന്ധനായി ജനിക്കുക. ഉടനെ അന്ധനാവില്ല. അവരാ അരയന്നം അങ്ങനെ പറഞ്ഞു എന്ന്. ഇന്നത്തെ അരയന്നങ്ങളെ പോലെയല്ല, അന്നത്തെ അരയന്നങ്ങൾക്ക് ആ സംസാരത്തിൻ്റെ ആ ഒരു ഇത്. ഇപ്പോഴും പക്ഷികൾ സംസാരിക്കുന്ന പക്ഷികളില്ലേ, നമ്മൾ പറഞ്ഞു തത്തയെ മൈനയോ ഒക്കെ. അപ്പോൾ ആ സംസാരത്തിൽ ഇന്നുള്ള ആ ശാപം, അപ്പം ആ ജനനം എങ്ങനെ വരും? ശാപം നല്ല നീ നന്നായി വരും എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിന്റെ ജന്മം ഇനിയും നന്നായി വരും എന്ന് പറയുമ്പോൾ എത്ര ജന്മങ്ങളിലും നന്നായി വരും. നീ ശാപം ശപിക്കുക, നിന്റെ ജന്മം അല്ലെങ്കിൽ നിന്റെ ജന്മജന്മാന്തരം, പിന്നെ സന്തതികളും സന്തതി പരമ്പരകളും അങ്ങനെയും പോണ്ട് ശാപം. അപ്പം ആ ജന്മജന്മാന്തരങ്ങളായിട്ട് വരുന്ന, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ട്, അല്ലെങ്കിൽ സന്തതി പരമ്പരകൾ, ആ ശാപമോക്ഷം, ആ ശാപം നമ്മൾക്ക് വന്ന് ഭവിക്കുക. അപ്പം ഇത്ര കഴിയുമ്പോൾ അതിൽ നിന്ന് ഏത് നല്ല സന്തതി, എത്ര നല്ല സന്തതികൾ ജനിച്ചാലും ഈ ശാപം കിടക്കുമ്പോൾ അവർക്കത് ദോഷമായിട്ട് മാറും. അപ്പം ആ ധൃതരാഷ്ട്രയുടെ ആ കാഴ്ച ഇത് തന്നെ ഭാരതത്തിൽ പറഞ്ഞു വരുന്നത് അത് തന്നെ നമുക്കൊരു ശരിക്കും അതിൽ നിന്ന് തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. ഇദ്ദേഹം അന്ധനായിരുന്നല്ലോ. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഇപ്പം നാഡീജ്യോതിഷത്തിലൊക്കെ മുൻജന്മങ്ങളെ പറ്റി അറിയാൻ സാധിക്കുമല്ലോ. അതുപോലെ നമുക്ക് ഭാരതീയ ജ്യോതിഷത്തിൽ, അതായത് നമ്മുടെ സാധാരണ ജ്യോതിഷത്തില് അങ്ങനെ നമുക്ക് നമ്മുടെ പൂർവ്വജന്മത്തെ പറ്റി അറിയാൻ പറ്റുമോ? പൂർവ്വജന്മത്തിന് ഈ ഗ്രഹങ്ങളിൽ നവഗ്രഹങ്ങളിൽ 9 ഗ്രഹങ്ങളിൽ വ്യാഴമാണ് ഏറ്റവും നല്ല ഗ്രഹമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആ ഗ്രഹത്തിന്റെ സഞ്ചാരം അനുസരിച്ച് ജനനസമയത്ത് എവിടെ നിൽക്കുന്നുവോ, അപ്പോൾ ആ ജന്മം ഇനി അതിൻ്റെ ആ നിൽപ്പനുസരിച്ച് നമുക്ക് ഇനി ജന്മമുണ്ടോ ഇല്ലയോ എന്ന്. അതായത് ആ ഒരു ആത്മാവിന്റെ അവസാനത്തെ ജന്മമാണോ ഇത് എന്നല്ലേ? ജന്മമാണ്. അപ്പോൾ എന്താണ് ആ ജന്മത്തിൽ അത് ആ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് ആത്മാവ് ഇരിക്കുന്നത്. ആ വ്യക്തി എന്തെല്ലാം കാണിച്ചു കൂട്ടാൻ പറ്റുമോ അതൊക്കെ അത് കാണിച്ചിരിക്കും. അവസാനത്തെ ജന്മമാണെങ്കിൽ അതിനുശേഷം അതൊരു നിർവ്വാണ എന്ന ഒരു അതിലേക്ക് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം ആ വ്യക്തി എങ്ങനെയാണോ ജീവിച്ചത്, ഇപ്പൊ തുടക്കം വളരെ കൊടൂരമാണെങ്കിൽ അന്ത്യം ചിലപ്പോൾ സാത്വികമായിട്ട് വരാം. അപ്പോൾ ഈ പകുതിയാണെങ്കിൽ പകുതി, ആ പകുതിയിൽ ഈ പോയ പകുതി അതികഠിനമായിട്ട് പ്രയത്നിച്ച് പോയാൽ ചിലപ്പോൾ അതിന്റെ അളവ് തൂക്കനുസരിച്ച് അതിന്റെ കർമ്മങ്ങളുടെ അളവിലും തൂക്കത്തിനും അനുസരിച്ച് എന്തായാലും നിയന്താവ്, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി നമുക്ക് മേലെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ആ നിയന്ത്രണത്തിന്റെ പേരിൽ ആ നിയന്ത്രണം നമുക്ക് വെക്കുന്ന ആ രേഖ, ഒരു രേഖ ഉണ്ടാവുമല്ലോ, ഇതിനപ്പുറത്തോട്ട് താണ്ടിയാൽ ഇന്നത് സംഭവിക്കും, ഇപ്പുറത്ത് നിന്നാൽ കുഴപ്പമില്ല, അതാണ് ലക്ഷ്മണ രേഖ. അപ്പം അതിനനുസരിച്ച് അദ്ദേഹം ആ ഒരു അവസ്ഥ, അദ്ദേഹമെന്നോ ഈശ്വരനോ ഭഗവാനെന്നോ ഒക്കെ നമ്മളെക്കാളും എല്ലാം കൊണ്ടും 100% 100ൽ 100 അറിയാവുന്ന അല്ലെങ്കിൽ കഴിവുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ കഴിവുള്ള ആളെ നമ്മൾ ഈശ്വരൻ എന്ന് പറയും. അപ്പം അല്ലെങ്കിൽ ഭഗവാനെന്നോ മറ്റു റിലീജിയൻസ് അതനുസരിച്ച്. അപ്പം അദ്ദേഹം അവിടുന്ന് തരുന്ന അതനുസരിച്ചിരിക്കും അതിൻ്റെ നിർവ്വാണത്തിലേക്ക് പോകും. ഞാൻ അതിലേക്കേ പോവുള്ളൂ എന്ന് പറഞ്ഞ് അതിനാണ് ഞാൻ അതൊന്നും പറ്റുമൊന്നുമില്ല. അല്ല, ഈ നിർവ്വാണ എന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? പോയില്ലെങ്കിൽ പിന്നെ ജനനം ഉണ്ട് എന്നാണല്ലോ. നിന്റെ ദുരിതം തീർന്നിട്ടില്ല. നിന്റെ ദുരിതം തീരണ്ടേ? അപ്പൊ ഞാൻ ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അതിന് നെഗറ്റീവായിട്ട് വരുന്നതൊക്കെ എത്രത്തോളം ഉണ്ട് അതിൻ്റെ കഠിനത എന്നേക്കാൾ അറിവ് സൃഷ്ടാവിന്. അപ്പം ആ സൃഷ്ടാവിൻ്റെ കണക്കിൽ ശരിയായിട്ടില്ല മാറി നിൽക്ക് എന്നുള്ള ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയല്ലേ എല്ലാത്തിലും സെലക്ഷൻ വരുന്നത് അല്ലേ? ഒരു പരിപാടി, ഒരു ഉത്സവമായാലും ഒരു കലോത്സവമായാലും എന്തെങ്കിലും
അത് അങ്ങനെയാണ്. ശരിയല്ലാത്തതിനെ മാറ്റി നിർത്തും. അടുത്ത ദിവസം പഠിച്ചിട്ട് വാ. ഇപ്പൊ ഡ്രൈവിംഗ് ആണെങ്കിലും ആ ശരിയായിട്ടില്ല ഇട്ടെടുത്ത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ജന്മങ്ങൾ. നീ കുറച്ചും കൂടെ ശരിയാവാൻ ഒരു ജന്മം കൂടെ നിനക്ക് ഇരിക്കട്ടെ അല്ലേ. അപ്പൊ ശരിയായിട്ടില്ല. അപ്പൊ ഇനി ബാലൻസ് ഉണ്ട്. ആ ബാലൻസിൽ ശരിയാക്ക്. അപ്പൊ ശരിയാവാം. അതായത് നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ അതിലേക്ക് എത്തിക്കുക. അതാവുമ്പോ ചില വ്യക്തികൾ ചില സ്ഥലങ്ങളിൽ ഇവിടെ പണ്ട് ഞാൻ വന്നിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മ വരും. അപ്പൊ ശരിക്കും ജനിച്ചിട്ട് പോയി ഉണ്ടാവില്ല. ഈ പൂർവ്വജന്മത്തിന്റെ ഇതിലായിരിക്കും. പണ്ട് അങ്ങനെ ആയിരിക്കും. അല്ലാതെ അവിടെ അത് അത്രയും വയസ്സ് വരെ പോയിട്ടുണ്ടാവില്ല. ഇവിടെ എനിക്ക് ഓർമ്മ പണ്ട് എവിടെയോ കണ്ട പോലെ ഓർമ്മ എന്നൊക്കെ പറയാറ്. അത് നമ്മൾ കണ്ടു കാണില്ല, ആദ്യമായിട്ടായും കാണിക്കും. പണ്ട് പൂർവ്വജന്മത്തിൽ അവര് ചിലപ്പം സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ സഹോദരനോ അമ്മ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ഓർമ്മയിൽ അതേ ഛായ വരിക അല്ലെങ്കിൽ ആ ശൈലി വരിക. അങ്ങനെ എന്തായാലും പ്രായം എത്തുന്നതിന് മുമ്പ് മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ചേഷ്ടകൾ, നടപ്പ്, ഇരിപ്പ്, ഡ്രസ്സിങ്, അതൊക്കെ അതിന് ശേഷം വരുന്ന ജന്മം വരുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. അത് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റണ്ടേ ഇന്ന മാതിരി ഉണ്ടായിരുന്നോ, ഇത്ര വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ഈ ഗർഭധാരണത്തിന് മുമ്പ് അവിടെ ആരാ അന്ത്യം ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ. അപ്പം നമ്മുടെ പൂർവ്വജന്മവുമായിട്ട് നമുക്കൊരു ബന്ധം കിട്ടുന്നത് വ്യാഴത്തിന്റെ സ്ഥിതി നോക്കിയിട്ടാണ്. നവഗ്രഹങ്ങളിൽ പവർഫുൾ ഗ്രഹം ജൂപ്പിറ്റർ എന്ന് പറയില്ലേ. അപ്പൊ വ്യാഴം നോക്കിയാൽ എത്ര ദോഷം ഉണ്ടെങ്കിൽ ലക്ഷം ദോഷം വിനച്ചതി എന്നാണ് പറയാം. അപ്പൊ എത്ര ദോഷം ഉണ്ടെങ്കിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നാൽ, ഒരു നോട്ടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യാഴം നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മത്തിന് സ്റ്റോപ്പ് ചെയ്യാം. ദൃഷ്ടി വരുമ്പോൾ പാടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യരുത്, പറയാൻ പാടില്ല. അപ്പോൾ ചില വ്യക്തികൾ പറയും ഞാൻ പറയാനങ്ങോട്ട് എടുത്തതാണ് പിന്നെ പറഞ്ഞില്ല. അപ്പൊ ഈശ്വരാധീനം. അത് പറഞ്ഞിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും അബദ്ധമേ. മനസ്സിലായി. അപ്പൊ ഗാന്ധാരി പറയാണ് പുത്ര നീ ജയിച്ചു വാ എന്ന് പറഞ്ഞാൽ അന്ന് പുത്രൻ ജയിക്കുകയാണ്. അപ്പൊ ഭാരതത്തിന്റെ ആ റൊട്ടേഷൻ മാറി അല്ലേ അമ്മ. മനസ്സിലായ പുത്രൻ ജയിക്കുകയാണ്. അവിടെ അമ്മ പറയുന്നത് ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയിക്കുക. നമ്മൾ ചെയ്യുന്നതൊക്കെ ധർമ്മമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തിയുള്ളൂ. നല്ല കർമ്മത്തിനല്ലേ നല്ല ഫലം കിട്ടുള്ളൂ. അപ്പോഴാണ് നല്ല ജനനം. വീണ്ടും ആ കുട്ടി ജനിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നിയന്ത്രിതാവ് ഇത് കൊടുക്കണത് ഈ ജന്മത്തിൽ നല്ല, അത് ഒട്ടേറെ വയസ്സായതിന് ശേഷമല്ല. ചിലപ്പം ഒരു 50 വയസ്സ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധാരണയാണ് കുറച്ച് പ്രായമായി കഴിഞ്ഞ് സൽക്കർമ്മങ്ങൾ ചെയ്തു തുടങ്ങാം. അതൊന്നും ഫലമില്ല. ഈ അടുത്തൊരു ലേഡി എന്നെ വിളിച്ചായിരുന്നു, എൻ്റെ മകളുടെ കൂട്ടുകാരത്തിയുടെ അമ്മ. ഞാൻ മോക്ഷപ്രാപ്തിയിലേക്കാണ് ലേക്ക്. അപ്പൊ ഇന്നലെ ചെയ്തതൊക്കെ ഇവിടെ, ഇന്നലെ പറഞ്ഞതും ചെയ്തതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ തീരണ്ടേ. ഇന്നിപ്പോ രാമായണവും ഭാഗവതവും അല്ലെങ്കിൽ ബൈബിളോ അങ്ങോട്ട് ഇരുന്നോണ്ടൊന്നും മോക്ഷം കിട്ടുമൊന്നുമില്ല. ഇന്നലത്തെ നോക്കണം. അതിന്റെ കഠിനത കുറയാണ്. കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് എല്ലാവരും മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നല്ല, സാധിക്കണം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.